Hi guys, welcome back to our channel. മടിച്ചിക്കോത പറയോ അമ്മ ഇവളെ പറ്റി. നമ്മളെ മുന്നേരെ കാണാൻ ഒരുപോലെ ഉണ്ടോ ഗൈസ്? ഇല്ല, എന്നെ അമ്മേനെ കാണാൻ ഒരുപോലെ ഉണ്ട്. ഇല്ല, എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു എന്നെ അമ്മേനെ കാണാൻ മാറുന്നുണ്ട്. Hi guys, welcome back to our channel. So ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാൾക്ക് ശേഷമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേക്കണം മുതലെടുക്കണം എന്ന് വിചാരിച്ചാണ്. ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ എഴുന്നേറ്റു, ഒരു കട്ടൻ ചായ കുടിച്ചു ഉണ്ടോ അതെ. ഇപ്പോഴാണ് അമ്മ എഴുന്നേറ്റ് വന്നേന്ന്. അമ്മ എഴുന്നേറ്റ് ചോറുണ്ടാക്കി ചായ ഉണ്ടാക്കി തിന്നാറാക്കി ഞാൻ എഴുന്നേറ്റ്. വളരെ ഭയങ്കര മടിച്ചിയാണ് ഗൈസ്. മടിച്ചിക്കോത പറയോ അമ്മ ഇവളെ പറ്റി. നമ്മുടെ സൂപ്പർ ഞാൻ എൻ്റെ അത്ര നല്ലൊരു കുട്ടി നാട്ടിൽ നിന്നാണ് എൻ്റെ അമ്മ പറയാറ്. അല്ലേ അമ്മ? എല്ലാം പറഞ്ഞു പൂച്ച. അതെ. ഞങ്ങളെ മുന്നേരെ കാണാൻ ഒരുപോലെ ഉണ്ടോ ഗൈസ്? ഇല്ല, എന്നെ അമ്മേനെ കാണാൻ ഒരുപോലെ ഉണ്ട്. ഇല്ല, എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു എന്നെ അമ്മേനെ കാണാൻ മാറുന്നുണ്ട്. അമ്മേനെ കാണാൻ ഒരേപോലെ ഉണ്ടെന്ന്. നിങ്ങൾ കേട്ട പോലെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ള കേട്ടോ. അപ്പോൾ ആവേശം കണ്ട് വന്നതിൻ്റെ പ്രാന്താണ് കാണുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ഗോഷ്ടികൾ ത്രൂ ഔട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ശരിക്കും എൻ്റെ ഒരു ഡേയിൽ ഞാൻ എങ്ങനെയാണോ അത് റോ ആയിട്ട് തന്നെയാണോ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് നിങ്ങൾക്ക് സത്യത്തിൽ കുറേ പേർക്ക് ഇറിറ്റേഷൻ ആകും. ഞാൻ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഞാനത് കൂടുതലും മാക്സിമം കവർ ചെയ്തിട്ടാണ് എല്ലാ വീഡിയോസിലും കാണിക്കാറെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പുറത്ത് വരും. അപ്പോൾ എന്തായാലും ഇന്നൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ അങ്ങനെ അവിടെ മുറ്റമൊക്കെ കഴിച്ച് നിന്നപ്പോഴേക്കും നമ്മുടെ രതിയമ്മ വന്നിട്ടുണ്ട്. രതിയമ്മ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള നേരെ ആ കാണുന്ന വീട്ടിലാണ് രതിയമ്മയുടെ വീട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മുറ്റമൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലെ ഇതുപോലെ പട്ടിക്കൊലത്തിലായിരിക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടായിട്ട് രാവിലെ പല്ലേക്കണ സമയമാണ് ഇവരുടെ വർത്താന സമയം. അമ്മ അങ്ങോട്ട് പോകും പല്ലേക്കാനായിട്ട്, അവിടെ നിന്ന് വർത്താനം പറയും. രതിയമ്മ ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് വർത്താനം പറയും. ഇതാണ് മെയിനായിട്ടുള്ള സംഭവം. ഗോപി, എന്താണ് ഇന്നത്തെ പ്ലാൻ? ഇന്നത്തെ പ്ലാൻ വണ്ടി ശരിയാക്കാൻ കൊടുക്കാൻ പോണം. പർച്ചേസ് എന്തിനാന്ന് പറയില്ല, പിന്നെ പറയുള്ളൂ. പിന്നെ ഇവളുടെ വീട്ടിൽ പോണം, ചേച്ചിയുടെ അടുത്ത് പോണം. പിന്നെന്താ, കുറച്ച് റെസ്റ്റ് എടുക്കണം. ഈ സൈഡല്ല, ആ സൈഡാണ്. ഈ സൈഡ് വേണം. ഒരു കമ്മല് കുത്തിയെന്നും പറഞ്ഞു ഭയങ്കര എന്നോട് പറയാണ്ട് കുത്തിച്ചാണ്. ഞാൻ പറഞ്ഞപ്പോ അവള് വേണ്ടെന്ന് പറഞ്ഞു. എന്താ അവളുടെ അമ്മ പറഞ്ഞിട്ട് കുത്തിയത്. പിന്നെ അതെ, ഞാൻ സമ്മതിക്കില്ല. എന്റെ കിട്ടിയ 10 മിനിറ്റ് ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടിയണ്ടല്ലോ, ഉടനെ പുള്ളിക്കാരൻ പേസ് ഓൺ ആക്കിയിട്ട് അതിലിരുന്ന് ഗെയിം കളിയാണ്. ഇതുപോലത്തെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ട് ദൈവമേ വെറുതെ ഒരു 5 മിനിറ്റ് ഇരിക്കില്ല. അതും കുത്തി ഇങ്ങനെ ഗെയിം കണ്ട് അങ്ങനെ ഇരിക്കും. എനിക്കാണെങ്കിൽ സാധനം ഓണാക്കുമ്പോൾ ദേഷ്യം വരുമെന്ന് ഞാൻ 11 തല്ലു പിടിക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കിച്ചൺ ടോപ്പ് ജസ്റ്റ് ഒന്ന് ഒരു കാഷ്വലായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണ്. ഞങ്ങൾ അപ്പാപ്പ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡീപ്പ് ക്ലീനിങ് എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ടാണ് ചെയ്യണം. അപ്പോൾ അമ്മ പല്ലേക്കാൻ പോയ സമയത്ത് ഞാൻ ഓൾറെഡി പല്ലൊക്കെ തേച്ച് വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇത്തിരി പൊടി ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചേക്കാന്ന് വെച്ച് തുടക്കുകയാണ്. ഇത് ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ കുട്ടിയാണ്. ഹായ് പറയൂ. ഹലോ പറയൂ. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കാണുന്നത്. പറയൂ. ഇന്ന് നമ്മൾ ക്യാമറ നോക്കി പറയടോ. ചാച്ചി പറയണോ? റുക്കുബേബിയുടെ മുടി എവിടെ പോയി എന്ന് പറയുമോ?
കൊച്ചിന് കൊടുത്തു അല്ലേ? എന്തിനാ മുടി മുറിച്ചത് റുക്കു? വലുതാകുമ്പോ കൊച്ചിന് കാലിന്റെ ആച്ചാൻ വരെ മുടി വളരാനാണല്ലേ വെട്ടിയത്? അപ്പൊ കൊച്ചെന്ത് പറഞ്ഞു? ഞാനിപ്പോ പറഞ്ഞ പറഞ്ഞതാ. എന്നിട്ട് ശ്യാമാമൻ കേട്ടില്ല. അയ്യേന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹായ് ഗൈസ്, ഞങ്ങളുടെ മുറി ഒന്ന് നോക്കൂ. ഇറ്റ്സ് എ മാസീവ്. ഇതൊരു വഴക്കിടലിന്റെ ഭാഗമായി കിടക്കുന്നതാണ് കൂട്ടുകാര്. ഇന്ന് നമ്മള് ഈ സെക്കൻഡ് കൊണ്ട് കിടിച്ചു ഇതെല്ലാം റെഡിയാക്കുന്നതാണ്. അയ്യോ മുട്ടത്തരി ഇടിച്ചോണ്ടേ ചാടിക്കേറ്. 1 2 3 പറഞ്ഞോ. കമോൺ ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് വീഡിയോ. അപ്പൊ ഇവരൊക്കെ സെറ്റായി റൂം സെറ്റായിരിക്കാണ്. അപ്പൊ ഞാൻ കഷ്ടന്നൊരു കുഞ്ഞു പാത്ത പോലത്തെയാണ് ഇതൊക്കെ. ജനല തുറക്കാൻ പോവാണ് നമ്മൾ. ശുദ്ധ വെളിച്ചം വരട്ടെ. ഇങ്ങനെയൊക്കെ ബോക്സിനാക്കി വെച്ചിട്ടുണ്ട്. കൈ പോവും. നിക്ക് വെയിറ്റ് ചെയ്യ്. പൊളിച്ചെടുക്കോ? അപ്പുറത്തില്ല, അതൊക്കെ തോന്നുന്നു. അത് 8 കാലിക്കൊതുണ്ട് ഗൈസ്. മകൻ തലമുറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിൻകാമിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് അച്ചക്ക് കൊടുക്കൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്കാണ് വന്നത്. കാരണം അത്രയും വലിച്ചു വാരി ഇട്ടേക്കാന്ന്. എൻ്റെ അലമാരിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റുക്കു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ 1 സെക്കൻഡ് കൊണ്ടിട്ട് ഇതൊക്കെ ഒന്ന് മാജിക് യൂസ് ചെയ്തത് ഇങ്ങനെ ടിക് എന്ന് കാണിക്കുമ്പോൾ തന്നെ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റിയെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. 2-3 മണിക്കൂർ എടുത്തത് മൊത്തം ഒതുക്കി പെറുക്കി ക്ലീൻ ആക്കാനായിട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലീൻ ആയി കഴിഞ്ഞാൽ. 2-2.5 മണിക്കൂർ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ലഞ്ച് ടൈമായി. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനും റുക്കും കിച്ചാമനും കൂടി ഉറങ്ങാൻ കിടന്നു. കിച്ചാമൻ ഓൾറെഡി ഉറങ്ങി. ഇനി ഞങ്ങളും കൂടി ഉറങ്ങണം. ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി കുളിച്ച് റെഡിയായി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായല്ലോ പുറത്ത് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ സസ്യയിൽ പോയിരിക്കാം കേട്ടോ. നമ്മുടെ കറി പൗഡേഴ്സൊക്കെ വാങ്ങാൻ. അത്യാവശ്യം നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനം കിട്ടും, വലിയ മായൊന്നും ചേർക്കാത്ത. അപ്പം എപ്പോഴും അവിടെ നിന്നാണ് വാങ്ങുക വീട്ടിലേക്ക്. തൃപ്പൂണിത്തുള്ളവർക്കാണെങ്കിൽ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. പിന്നെ പുള്ളിക്കൊന്ന് മുടി വെട്ടണം എന്ന് പറഞ്ഞു. കുറേ ആയി മുടി. അപ്പോൾ എന്തെങ്കിലും സ്റ്റൈലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷോപ്പിൽ പറയണം. ഇപ്പോൾ തൃപ്പൂണിത്തുറ തന്നെയുള്ള യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് എപ്പോഴും പോവാറ്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയുള്ള സ്റ്റൈലാണെന്നുള്ളത് എനിക്കും വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ആളെന്തൊക്കെയൊക്കെയോ ഹെയർ കട്ട് ചെയ്യണ ആളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാനവിടെ കനം പോസ്റ്റായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെന്നു. കാരണം ഇത്രയും നേരം ഞാൻ നോക്കിയില്ല ഹെയർ കട്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. പക്ഷെ ചെന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം പുള്ളി എപ്പോഴും വെട്ടുന്ന രീതിയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റുഡിയോയിൽ പോയി കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. കിച്ചാമൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നിന്നപ്പോഴേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. നമ്മൾ റിയൽ ആയിട്ട് കാണുമല്ലേ അവരെ. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ ചോപ്പ് സ്റ്റിക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പോകണമെന്ന് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ലേറ്റായി കുറേ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും. അപ്പം വേണ്ട, നമുക്ക് അടുത്ത ദിവസം പോകാമെന്നുകൊണ്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് ചോപ്പ് സ്റ്റിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ. ഞാൻ അതിൻ്റെ ഒന്നും വ്ളോഗ് എടുത്തില്ല. കാരണം നമ്മൾ ഒരു അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. ഞാൻ അതുകൊണ്ട് അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ചോപ്പ് സ്റ്റിക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ളത്. എനിക്ക് അവിടുത്തെ ആംബിയൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഞാനിപ്പോൾ അവിടെ ഇരുന്നിട്ട് മറ്റേ ആ സ്റ്റിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ. കിച്ചവൻ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോളിത്തീൻ സ്റ്റിക്ക് വരുമല്ലോ, മറ്റേ ചോപ്പ് സ്റ്റിക്ക്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാനുള്ള പങ്കപ്പാടിലാണ്. കോലല്ല, ചോപ്പ് സ്റ്റിക്ക്. കോലെന്ന് ഞാൻ ശരിക്കും എടുത്തു. ഞാൻ പുറന്നാണ് ഇതുകൊണ്ട് കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്ലി ഐ ഗോട്ട് മൈ ഹാൻഡ്സ് ഓൺ ഇറ്റ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഞാനൊരു സെഷ്വാൻ നൂഡിൽസും പിന്നെ കിച്ചാമൻ എന്തോ ഒരു സൂപ്പി നൂഡിൽസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഫ് സൂപ്പി നൂഡിൽസ്. രണ്ടും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചാമൻ അത് എടുക്കാനുള്ളത് പുള്ളിക്ക് പെട്ടെന്ന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനത് കുറേ നേരം ബക്കപ്പാട് എടുക്കായിരുന്നു. ലാസ്റ്റ് എടുത്ത ക്ലിപ്പാട്ടോ. അപ്പം ആളിങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ഇങ്ങനെ പോയി കാണിക്കുകയാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയോ എൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ആ ഒരു ബീഫിൻ്റെ ഒരു പീസ് പൊക്കിയിട്ട് ഭയങ്കര ഞാൻ പഠിച്ചു എന്നുള്ള രീതിയിൽ അത് കാണിക്കായിരുന്നു. എനിക്ക് അവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. നല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഫുഡ് വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. എനിക്ക് കിച്ചാമിൻ്റെ വക എന്തൊക്കെയോ പ്രകടനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. തള്ളെന്ന് പറഞ്ഞാൽ അമ്മാതിരി തള്ളായിരുന്നു. ഒരു പ്രാവശ്യം കഴിക്കാൻ കിട്ടിയെന്ന് പറ്റും. എട് മോനെ നന്നായിട്ട് അത് അവിടെ നിന്ന് വായിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യ സാക്ഷാത്കാരത്തിലായിരിക്കുന്നു അവൻ. നിങ്ങളിത് കാണുക. ഭാര്യക്ക് തരാൻ കട്ടക്കുന്നുമ്പോൾ ഇങ്ങനെയാണ് അവൻ. ഹായ് ഗായ്സ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണിക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ചോപ്പ് സ്റ്റിക്കിൽ വെച്ച് കണ്ടത്. ലാസ്റ്റ് സ്റ്റോപ്പ് സ്റ്റിക്കിൽ പോയി ഫുഡ് കഴിച്ച ശേഷം നമ്മൾ കസിൻസിൻ്റെ കിച്ചാൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്ന വഴി നേരെ വന്ന് ഓടിയിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോണിൽ നോക്കി. പിന്നെ ഞാൻ വ്ലോഗിയുടെ കാര്യം മറന്നു. ഇപ്പോൾ രാത്രി ഒരു 12 മണിയായിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് വിശന്നു. ഞങ്ങൾ മാങ്ങപ്പൂളി തിന്നാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തീരുകയാണ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, കുറേ മറന്നുപോയി ഞാൻ. കാരണം കുറേ നാളായി ഇത് എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം ഞാൻ വിട്ട് പോകാമായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് ഡേ ഇൻ മൈ ലൈഫ് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്.